ഭൗമരാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള അരങ്ങുണരുന്നു തുടങ്ങിയ വാർത്തകളൊക്കെയാണ് നമ്മൾ ദൈനംദിനം കേട്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതപ്പെടുത്തിയെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ നാവികസേന ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനുവേണ്ടി പ്രൊജക്റ്റ് 18 എന്ന് പറയുന്ന പദ്ധതിയുമായി ഇന്ത്യൻ നേവി മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലുപ്പമാർന്ന ഒരു യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ പോകുന്നു. എന്ന് വെച്ചാൽ ലോകത്തെ അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് അത്യന്താധുനിക റഡാറുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 144 മിസൈലുകളെ വരെ വഹിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധക്കപ്പലുകളിൽ ഒന്നിൻ്റെ നിർമ്മാണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നവനാവും ഇനിയുള്ള കാലത്ത് ലോകത്തെ ഭരിക്കാൻ കെൽപ്പുള്ളവൻ. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ കഴിയുന്നത് കടലിൽ നിന്നായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് 18 യുദ്ധക്കപ്പൽ നിർമ്മാണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതിയുടെ ഏതാണ്ട് ഹൃദയഭാഗമെന്ന് പറയുന്നത് 13,000 ടൺ വഹിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഭീമൻ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ നമ്മൾ നിർമ്മിക്കുന്നതോടുകൂടി ലോകത്തെ നാവിക ശക്തികളുടെ മുൻനിരയിലേക്ക് ഇന്ത്യയും കടന്നു വരികയാണ്. അപ്പം ഇന്ന് നാവിക ശക്തിയിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് 18 മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്നിട്ടാണ് ഈ പദ്ധതിയുടെ നിർമ്മാണത്തിലേക്ക് പോകുന്നത്. 2028 ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണ തോതിലെത്തും. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദശകത്തിൽ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് 18 എന്ന് പറയുന്ന അത്യന്താധുനിക യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു സവിശേഷത, ഇതിലുപയോഗിക്കുന്ന 75% ഘടകങ്ങൾ, പാർട്സ് ഇതെല്ലാം തന്നെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ്. അപ്പോൾ തദ്ദേശീയമായ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിസൈലുകളെ നിയന്ത്രിക്കാൻ അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നീക്കത്തിലേക്കാണ് നമ്മൾ പതിയെ നടന്നെടുക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് 18 എന്ന് പറഞ്ഞാൽ അഭൂതപൂർവമായ 144 മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നവ. ഇതിനെ പല ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മിസൈൽ വേദ കപ്പലുകളുടെയും അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ്, അതാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് 18 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതുവരെ ഇന്ത്യ നിർമ്മിച്ചത് ഈ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളാണ്. അതായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വജ്രായുധം എന്ന് പറയാവുന്നത്. അതിനെ മറികടക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 144 മിസൈലുകളിൽ തന്നെ 48 സെല്ലുകൾ കരയിലും കടലിലുമുള്ള ആക്രമണങ്ങൾക്കായിട്ട് മാത്രം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതാണ്. അതായത് ബ്രഹ്മോസ് എക്സ്റ്റൻഡഡ് റേഞ്ച് ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെയുള്ളവ ഇതിനകത്ത് ഉപയോഗിക്കും. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളുമുണ്ട്. 32 VLS സെല്ലുകളുണ്ട്. ഇത് വ്യോമ പ്രതിരോധ മിസൈൽ ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഏതാണ്ട് 250 കിലോമീറ്റർ അകലെ നിന്ന് നമുക്ക് തടുക്കാൻ സാധിക്കും. അതായത് ബാലിസ്റ്റിക് മിസൈലോ ശത്രു വിമാനങ്ങളോ ഒക്കെ വന്നാൽ നമുക്ക് തകർത്തെറിയാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യയാണ്. ഇനി അവശേഷിക്കുന്ന 64 VLS എന്ന് പറയുന്നത് ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തതാണ്. അപ്പോൾ കപ്പലിന് നേരെയുള്ള നേരിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവസാന നിമിഷത്തെ പ്രതിരോധത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് തോന്നൽ ഉളവാക്കുന്ന സമയത്ത് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഈ ഹൈപ്പർസോണിക് ബ്രഹ്മോസ് 2 വേണ്ടിയുള്ള 8 സ്റ്റാൻഡ് ലോഞ്ചറുകൾ കൂടി ഈ ഷിപ്പിനകത്ത് സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ റഡാർ സംവിധാനങ്ങൾ, മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ലോകത്തെ നാവിക ശക്തികളുടെ മുൻനിരയിലേക്ക് ഇന്ത്യ കടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് DRDOയും അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്നുള്ള ഈ സംയുക്ത ഉദ്യമത്തിലൂടെ നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. മാത്രമല്ല ജാമിങ്, സൈബർ ഇടപെടലുകൾ പോലെയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ ഈ കപ്പലിന് പ്രവർത്തിക്കാൻ സാധിക്കും. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് നമ്മുടെ അഭിമാനമായിട്ട് മാറുകയാണ്. അതായത് പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്, കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന പദ്ധതി, അങ്ങനെയുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഈ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നമ്മൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യത്തിലേക്കും നമ്മൾ കൃത്യമായിട്ട് നടന്നെടുക്കുമെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്
ഈ പ്രൊജക്റ്റ് 18 വേണ്ടിയിട്ടുള്ള 75% പാർട്സും സിസ്റ്റംസും എല്ലാം തന്നെ നമ്മൾ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. മാത്രമല്ല ഈ സ്വയംഭരണാധികാരമുള്ള അണ്ടർ വാട്ടർ ഡ്രോൺസ്, കാരണം അതിനെ ആരും നിയന്ത്രിക്കാതെ തന്നെ ശത്രുവിനെ ലക്ഷ്യമാക്കി ആക്രമിക്കാൻ കഴിയുന്ന ഡ്രോൺസ്, നൂതന സ്റ്റെൽത്ത് ഷിപ്പിംഗ്, ഇതെല്ലാം തന്നെ ഈ കപ്പലിൻ്റെ മറ്റ് സവിശേഷതകളാണ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ പ്രൊജക്റ്റ് 18 ഡിസ്ട്രോയറിൻ്റെ അന്തിമ ഡിസൈൻ ഏതാണ്ട് അതിൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ ഏതാണ്ട് തയ്യാറായിട്ട് വരുന്നു. ഇനി അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നേവിയുടെ ആസ്ഥാനത്തേക്ക് എത്തും. അവിടെ നിന്ന് നമ്മുടെ ഭരണകർത്താക്കളിലേക്ക് എത്തും. അവരായിരിക്കും അന്തിമമായിട്ട് ഇതിനൊരു രൂപകൽപ്പനയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകേണ്ടത്. അപ്പോൾ സാമ്പത്തിക സഹായം വേണം, ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് അവിടെയായിരിക്കും ഈ യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണം നടക്കുക. ഒപ്പം ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന GRSC എന്ന കമ്പനിയും ഈ ഭീമൻ കപ്പലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ 2025 ഏതാണ്ട് 10 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യൻ നേവിയുടെ കൈവശം ഏതാണ്ട് 170 മുതൽ 190 വരെ യുദ്ധക്കപ്പലുകൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതും അത്യന്താധുനികമായ യുദ്ധക്കപ്പലുകൾ വേണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളെക്കാൾ കൂടുതൽ ആക്രമണശേഷിയുള്ള, കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളെയൊക്കെ തന്നെ വഹിക്കാൻ കഴിയുന്ന കപ്പലുകൾ, ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ 2018 നമ്മൾ ഇത്ര ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. അത് 2025 ആയപ്പം ഏതാണ്ട് പ്രാബല്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ വൻകിട നാവിക ശക്തികളോട് പോരടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന ഡിസ്ട്രോയറുകൾ നമ്മൾ നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഈ ഡിസ്ട്രോയറുകൾ പ്രൊജക്റ്റ് 18 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വജ്രായുധം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ദീർഘകാലമായ കാഴ്ചപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ പറയുന്ന പ്രൊജക്റ്റ് 18 എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് നാവികസേനയുടെ ശേഷി കൃത്യമായിട്ട് വളരെ ഗണ്യമായിട്ട് തന്നെ വർദ്ധിപ്പിക്കും. മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ, അതുപോലെ തന്നെ അറബിക്കടലിലൊക്കെ തന്നെ ചൈനീസ് നേവിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ചൈനയിലെ നാവികസേന അവിടെ കപ്പലുകളെ ഇറക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചില അന്തർവാഹിനികളുടെ സാന്നിധ്യമൊക്കെ കാണുന്നു. നിലവിൽ ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും ഏതാണ്ട് പഴയ കാലം മുതൽ ഇന്ത്യ ചൈന വിരോധം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരവസരം കിട്ടിയാൽ ചൈന ഇന്ത്യയെ ആക്രമിക്കാനൊക്കെ ഒട്ടും മടിക്കാത്ത രാജ്യമാണ്. കാരണം ഏഷ്യയിലെ വളർന്നു വരുന്ന ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതും പ്രതിരോധ മേഖലയിലും നയതന്ത്ര മേഖലയിലുമൊക്കെ തന്നെ ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ടുള്ള കുതിപ്പ് തുടരുന്നത് ചൈനയ്ക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഒന്നും ഒരു പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ചൈന നേരിട്ടൊരു ആക്രമണത്തിനൊന്നും ഇന്ത്യക്കെതിരെ വരികയില്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ, അമേരിക്കൻ ഭീഷണികളെയൊക്കെ സമുദ്രത്തിൽ നേരിടാൻ നമ്മുടെ ഈ പ്രൊജക്റ്റ് 18 സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇന്ത്യൻ സ്വാധീനം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നിലനിർത്തുന്നതിനും നമ്മുടെ സൈനിക മേഖലയിലെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാനും ഒക്കെ തന്നെ ഈ പ്രൊജക്റ്റ് 18 പദ്ധതിയിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരമൊരു പദ്ധതിയുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആഗോളതലത്തിൽ ഉരുണ്ടുവരുന്ന സംഘർഷ സമാനമായ സാധ്യതകളെയൊക്കെ മറികടക്കാൻ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പ്രൊജക്റ്റ് 18 എന്ന് പറയുന്ന അത്യന്താധുനിക ഡിസ്ട്രോയറുകളിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ മുന്നേറ്റത്തിന് മുഴുവൻ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകും. അതുതന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയ്ക്ക് ഇട നൽകുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.